ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വായ്പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൾസർ വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അസഹനീയമായ വേദനയുള്ള ഒരു കണ്ടീഷനാണിത്. ഒരു ഭക്ഷണം വായിലിട്ട് ചവയ്ക്കാനോ അല്ലെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്യാനോ നല്ല രീതിയിൽ ഇച്ചിരി ചൂടുള്ള വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ നല്ല പോലെ ഒന്ന് വർത്തമാനം പറഞ്ഞ കാറ്റ് തട്ടിയാൽ പോലും വേദന എടുക്കുന്ന ഒരു കണ്ടീഷനാണിത്. വളരെ വിങ്ങുന്ന പോലെയുള്ള ഒരു വേദന ആയിരിക്കും അല്ലെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് മൗത്ത് അൾസറിനെ പറ്റി കൂടുതലായിട്ട് അറിയാം. മൗത്ത് അൾസർ എന്നാല് നമ്മുടെ വായിലെ ഏറ്റവും ഉള്ളിലത്തെ ഒരു ലൈനിങ് ആയ മ്യൂക്കസ് ലൈനിങ്ങിൽ ഉണ്ടാകുന്ന ഒരു റൗണ്ട് ഷേപ്പിലുള്ള വട്ടത്തിലുള്ള ഒരു മുറിവാണ്. അപ്പോൾ ഇത് പലതരത്തിലുള്ള കാരണങ്ങൾ മൂലം ഇത്തരത്തില് അൾസർ ഉണ്ടാവാം. അപ്പൊ ഇതിന്റെ ആ ഒരു കാരണങ്ങൾ കൊണ്ടും ഇതിന്റെ ഒരു സ്ട്രക്ചർ കൊണ്ടും ഒക്കെ ഇതിനെ മെയിൻ ആയിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ അൾസർ ആണ്. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി മൂലം അല്ലെങ്കിൽ അയണിന്റെ ഡെഫിഷ്യൻസി മൂലം അല്ലെങ്കിൽ മറ്റ് പല മൂലകങ്ങളുടെയും മഗ്നീഷ്യം പോലെയുള്ള മൂലകങ്ങളുടെ ഒക്കെ ഒരു കുറവ് മൂലമൊക്കെ ഉണ്ടാകുന്ന ഒരു അൾസറാണിത്. അത് മാത്രമല്ല അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത്, അതുപോലെ തന്നെ എക്സാം ഫിയർ ഒക്കെ ഉള്ളവർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എക്സാമിനോട് അടുത്ത സമയത്തൊക്കെ ഇത്തരത്തിൽ വായിൽ അൾസറുകൾ ഉണ്ടാകാം. ഇതിനെയാണ് ആഫ്റ്റർ അൾസർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ട്രോമാറ്റിക് അൾസർ ആണ്. അതായത് നമ്മുടെ വായില് കുറ്റിപ്പല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മുറിഞ്ഞ് ഒരു മുറിവുണ്ടായിട്ട് അത് പിന്നീട് അൾസറായിട്ട് മാറാം. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ അവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് പാളിപ്പോയി നമ്മുടെ കവിളിലൊക്കെ കൊണ്ട് മുറിഞ്ഞ് അത് അൾസറാവാം. അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് തെറ്റി കവിളിലോ അല്ലെങ്കിൽ വായിൽ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് മുറിയാനുള്ള സാധ്യതയുണ്ട്. അതും മൗത്ത് അൾസർ ആവാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാമാണ് ട്രോമാറ്റിക് അൾസർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ, ഫംഗസ് പോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷ്യസ് അൾസറുകളാണ്. ഇത്തരത്തിലുള്ള അൾസറുകളൊക്കെയാണ് മെയിൻ ആയിട്ട് മൗത്ത് അൾസേഴ്സിൽ